എക്സാലോജിക്കിന്റെ ഒരു കാര്യം വരികയാണെങ്കിൽ ഈ ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ ഇപ്പൊ എല്ലാ നേതാക്കന്മാരും ഉണ്ട്. എല്ലാ നേതാക്കന്മാരും VM സുധീറിനില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ. ഏകദേശം നമുക്കിപ്പോ UDF എടുക്കുകയാണെങ്കിൽ പോലും VM സുധീറിനും ആന്റണി കാശായിട്ട് മേടിച്ചിട്ടുള്ളതുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് സൗകര്യങ്ങൾ പറ്റിയിട്ടുള്ള പറ്റിയിട്ടുണ്ട്, പണമായിട്ടല്ല. VM സുധീരൻ കൈപ്പറ്റിയിട്ടില്ല. പിന്നെ ഉമ്മൻചാണ്ടിയുണ്ട്, VD സതീശന്റെ പേരുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, VD സതീശനുണ്ട്, VS അച്യുതാനന്ദനുണ്ട്, അറിയോ? പിന്നെ ലിസ്റ്റ് എൻ്റെ ഉണ്ട്. ഞാൻ പറഞ്ഞത് VM സുധീരൻ ഒഴിച്ച് എല്ലാവരും കാശ് പോയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ മാത്യു കുഴൽനാടൻ പറ്റിയിട്ടില്ല. കാരണം പുള്ളി പറ്റാത്തത് വേറെ ഒന്നുമല്ല, അദ്ദേഹം അന്നില്ല. അന്ന് അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം സമീപത്താണല്ലോ ഇവിടെ ലാൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ള എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അഡ്വക്കേറ്റ് ജയശങ്കർ ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ ആൾക്കാരും കാശ് പിടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? സെബാസ്റ്റ്യൻ പോളും പറ്റിയിട്ടില്ല. പുള്ളി അങ്ങനെ ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ്. ബാക്കി എല്ലാവരും തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. അത് മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, സമുദായ നേതാക്കന്മാരുണ്ട്, മനസ്സിലായില്ലേ, രാഷ്ട്രീയക്കാരുണ്ട്. എല്ലാവർക്കും പുള്ളി വാരിക്കോരി പൈസ കൊടുക്കുക. എനിക്ക് പിന്നെ പൈസയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പോവാൻ. ഞാൻ ചെന്നാൽ പുള്ളി തരും. ചെല്ലണ്ട, നമുക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി തരും. ഇപ്പം പുള്ളിക്ക് നമ്മളോട് സ്നേഹം തോന്നി കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ജന്മനക്ഷത്രം എന്ന് അന്വേഷിക്കും. എന്നിട്ട് ആ ദിവസം പുള്ളി ഗുരുവായൂർ അമ്പലത്തിൽ കാലത്ത് പുഷ്പാഞ്ജലി കഴിച്ച് പ്രസാദം നമ്മുടെ വീട്ടിലെത്തിച്ചു. മനസ്സിലായി? 5:30 മണിക്ക് പുഷ്പാഞ്ജലി നടത്തിയിട്ട് 7 മണിക്ക് നമ്മുടെ വീട്ടിലെത്തും. അതിന് സംവിധാനം തെറ്റാതെ മറക്കാതെ ഓർമ്മ വെച്ച് ആ ദിവസം ചെയ്യും. അത്രയും വലിയ ഒരു പ്രതിഭാശാലിയാണ് ഈ ശശിധരൻ കർത്ത. നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല. അപ്പൊ ആ ലിസ്റ്റിൽ ഇപ്പൊ ഈ പറയുന്ന എല്ലാ CPM നേതാക്കളും ഉണ്ട്, CPM നേതാക്കളുണ്ട്, CPI നേതാക്കളുണ്ട്, BJP നേതാക്കളുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്, ലീഗ് നേതാക്കന്മാരുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ടും അവസാനം വരുമ്പോ എല്ലാവരും ഉണ്ടാകുന്നതുകൊണ്ട് ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന തോന്നുന്നത്. അത് ഈ വീണയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അത് മാസപ്പടിയാണ്, മറ്റത് സംഭാവനയാണ്. എല്ലാ നേതാക്കന്മാരും അവിടെ ചെന്ന് കാശ് ചോദിക്കും, പുള്ളി പൈസ കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പോൾ അതുമാത്രമല്ല, വലിയ വലിയ ചടങ്ങുകൾ പുള്ളി സ്പോൺസർ ചെയ്യും. ഒരു കൊല്ലം, ഈ കൊല്ലം ഇപ്പം എനിക്ക് ഓർമ്മയെന്ന് പറയാൻ പറ്റില്ല, 94 5 ആയിരിക്കാം, ചതയദിന ഘോഷയാത്ര ആലുവയിൽ ഇദ്ദേഹം സ്പോൺസർ ചെയ്തു. അപ്പോൾ ആലുവ SNDP-കാരുടെ ഒരു കേന്ദ്രമാണ്. ഇൻ ദ സെൻസ് ഈ അദ്വൈതാശ്രമമൊക്കെ അവിടെയുള്ളൂ, നാരായണഗുരു. അപ്പോൾ അദ്വൈതാശ്രമത്തിൽ നിന്ന് ആരംഭിക്കുന്ന വലിയ ചതയദിന ഘോഷയാത്ര വെള്ളാപ്പള്ളി നടേശനും ഡോക്ടർ MN സോമനും ഒക്കെ പങ്കെടുക്കുന്നത്, അത് ഇദ്ദേഹം സ്പോൺസർ ചെയ്തിട്ട് നടത്തി. അപ്പോൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ മഞ്ഞ ബ്ലൗസ്, അതിനുള്ള തുണിയൊക്കെ ആദ്യമേ പുള്ളിയെടുത്ത് എല്ലാ ശാഖകളിലും സപ്ലൈ ചെയ്തു. പുരുഷന്മാർക്ക് മഞ്ഞ ഷർട്ട്, മഴക്കാലമുള്ളൂ, മഴയ സമയത്ത് പോയി. അപ്പോൾ ആളുകൾക്ക് പിടിക്കാൻ മഞ്ഞക്കുട, ഇതെല്ലാം കർത്താവിൻ്റെ സ്പോൺസർഷിപ്പാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപിക പത്രത്തിൻ്റെ 126-ാം വാർഷികം, 125-ാം വാർഷികം കേട്ടിട്ടില്ല. 126-ാം വാർഷികം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് അവർ സ്പോൺസർ ചെയ്തു. കാരണം പുള്ളി ഒരു കർത്താവാണ്, യേശു ക്രിസ്തു ഒരു കർത്താവാണ്, കർത്താവ് ഈശോ മിശിഹാണ്. അങ്ങനെ അത് സ്പോൺസർ ചെയ്തു. അത് ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ ഇന്ത്യ വിഷനിൽ വാരാദ്യം നടത്തുന്ന കാലത്ത് നമ്മുടെ കറുകുറ്റി മുതൽക്ക് കുമ്പളം വരെ എറണാകുളം ജില്ലയിൽ എമ്പാടും വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു. മോഹൻലാൽ, ശശിധരൻ കർത്ത, അത്യുന്നത കർദിനാൾ മാർ ആലഞ്ചേരി, പിന്നെ ഒരാൾ കൂടിയുണ്ട്, അതായത് ഓർമ്മയില്ല. 4 പേരുടെ പടം വെച്ചിട്ട് ദീപികയുടെ 126-ാം വാർഷികം ഇവിടെ കല്ലൂർ IMA വെച്ചിട്ടായിരുന്നു. പക്ഷെ അതിൽ ചെറിയൊരു ട്രാജഡി, ചെറിയൊരു തമാശ ഉണ്ടായെന്ന് വെച്ചാൽ, അന്ന് നമ്മുടെ ഫാദർ അടപ്പൂർ ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഫാദർ അടപ്പൂർ SJ എന്ന് പറഞ്ഞൊരാളുടെ വലിയ പണ്ഡിതനായിരുന്നു. ദൈവശാസ്ത്രത്തിലും സാധാരണ ശാസ്ത്രത്തിലും നല്ല വിൽപ്പത്തിയുള്ള ആളായിരുന്നു. പുള്ളി ഒരാൾക്കും വഴങ്ങുന്ന ആളല്ല, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പോരാളിയാണ്. അദ്ദേഹത്തെ ചില പരിസ്ഥിതി പ്രവർത്തകർ പോയി കണ്ടു. ഈ പുരുഷനെ ഏലൂർ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ചില ആളുകളുണ്ട്. അവർ പോയിട്ട് പറഞ്ഞു, ഇത് ഭയങ്കര അക്രമമാണ്, ഈ പെരിയാറിൽ നിരന്തരമായിട്ട് വിഷം കലക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ശശിധരൻ കർത്താവ്. അയാളാണ് ഇപ്പോൾ ദീപികയുടെ 126-ാം വാർഷികം നടത്താൻ അതിൻ്റെ മുഴുവൻ പൈസയും പുള്ളിയാണ് ചിലവാക്കുന്നത്, ഫ്ലെക്സ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇത് ശരിയല്ല എന്ന് ഇദ്ദേഹം അടപ്പൂരച്ഛൻ പ്രകോപിതനായി. പുള്ളി വിട്ടുവീഴ്ചയില്ലാത്ത ആളുള്ളൂ. നേരെ തന്നെ അരമനയിൽ പോയിട്ട് പിതാവിനോട് പറഞ്ഞു, ഈ പരിപാടിയിൽ പങ്കെടുക്കരുത്. പിതാവ് ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് അവിടെ വെച്ച് പ്രതിഷേധിക്കുന്നു. അടപ്പൂരച്ഛൻ്റെ സ്വഭാവം അറിയാത്തതുകൊണ്ട്
സാക്ഷാൽ ആലഞ്ചേരി അതിൽ നിന്ന് വിജയകരമായിട്ട് പിന്മാറി. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞത് മോഹൻലാലൊക്കെ വന്നു പങ്കെടുത്തു. കാരണം കാശ് കിട്ടുമ്പോൾ മോഹൻലാൽ എവിടെ വരുമല്ലോ. കാശുണ്ടെങ്കിൽ മോഹൻലാലും മമ്മൂട്ടി നമുക്ക് ആരെവിടെ കൂട്ടുക. മോഹൻലാലിന് പിന്നെ ഇതിനൊന്നും ബോധറേഷൻ ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹം പങ്കെടുത്തു, കർത്താവും പങ്കെടുത്തു, പിന്നെ ദീപികയുടെ മറ്റച്ഛന്മാരൊക്കെ പങ്കെടുത്തു. പക്ഷെ ആലഞ്ചേരി അതിൽ നിന്ന് പിന്മാറി. അപ്പം ഇങ്ങനെയൊക്കെ വലിയ വലിയ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ ഞാൻ എറണാകുളത്ത് നിന്ന് ആലുവയ്ക്ക് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കാർ ഓടിച്ചു എവിടേക്കാണ് ഞാൻ ആലുവയ്ക്ക് അത് കയറിക്കോ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അതേ പറഞ്ഞു വക്കീലാണ് എൻ്റെ സഹപാഠിയാണ്. അപ്പോൾ അതേപോലെ ഞാനിങ്ങനെ അന്ന് ഈ കരിമണൽ വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആലുവ ടൗൺ ഹാളിൽ വെച്ചിട്ട് കർത്താവ് സ്പോൺസർ ചെയ്തതാണ് ഒരു പരിപാടി നടക്കും. ഞാൻ ചോദിച്ചു നിനക്ക് നാണമില്ലേ ഈ കള്ളൻ്റെ പരിപാടിക്ക് പോകാനായിട്ട്? അപ്പോൾ അത് വളരെ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നി ജയശങ്കർ ഈ എറണാകുളം ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുടെ പാർട്ടിക്കാരടക്കം തീറ്റി പോരുന്നത് അയാളാണ്, അയാൾ വിളിച്ചാൽ പോയിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പോകണം. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ രീതികൾ. അപ്പം ഇദ്ദേഹം സത്യസന്ധനായിട്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ പണം വാങ്ങാത്ത ഒരാളുമില്ല. ഒരാളില്ലാന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും തരത്തിൽ പ്രസിദ്ധരായ വ്യക്തികൾ ആരും തന്നെ ഇല്ല, എല്ലാവരും തന്നെ വലിയ. ഈ വി.ഡി. സതീശന്റെ പൂക്കിച്ചിരിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, അതൊക്കെ കാലാകാലങ്ങളിൽ ഇങ്ങനെ ആളുകൾ ഓരോരുത്തരെ പ്രശംസിക്കാനും അല്ലെങ്കിൽ പ്രകീർത്തിക്കാനും വേണ്ടിയിട്ട്, ചിലരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കും. പുള്ളി അതിന് വീണു പോയോ? അല്ല, എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയൊന്നും വീണു പോകുന്ന ആളല്ല അദ്ദേഹത്തെ. എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം. ഇങ്ങനെ മാധ്യമങ്ങൾ ഒരു സമയത്ത് പൊക്കി തലയിൽ വെക്കുന്നു, ഒരു സമയം കഴിയുമ്പോൾ എടുത്ത് താഴെ ഇടുന്നൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പരിചയവും പക്വതയൊക്കെ സതീശനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ ആദ്യം എടുത്ത് തലയിൽ വെക്കും, കുറച്ച് കഴിയുമ്പോൾ താഴ്ത്തു വയ്ക്കും, പിന്നെ നിലത്തിട്ട് ചവിട്ടും. അതൊക്കെ അവരുടെ സാധാരണ രീതികളാണ്. അതൊന്നും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരന് ഒരിക്കലും മുഖവിലക്കെടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അനുഭവപരിചയമുള്ള ആളാണ്. നേരത്തെ ഇപ്പം എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുന്ന പറഞ്ഞ വി.ഡി. സതീശനെ ഇപ്പം മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കാണുന്നുണ്ടല്ലോ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ. അല്ല, അത് വേറെ കാര്യമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുമെന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയുന്നുള്ളതല്ല. ന്യായമായിട്ടുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയും, അത്രയേ പറ്റുള്ളൂ. ഈ മാധ്യമങ്ങളാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ക്രിക്കറ്റ് കുത്തുന്ന രീതി ശരിയല്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ അടുത്താണെങ്കിൽ ഒരിക്കലത്ത് ചോദ്യം ചോദിക്കും, ചോദ്യമേ ചോദിക്കില്ല, ധൈര്യപ്പെടില്ല. നരേന്ദ്രമോദി ആണെങ്കിൽ ഇരുന്ന് കൊടുക്കുക തന്നെയില്ല. അപ്പോൾ ഒരു ആൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് പറയുമ്പോൾ അത് അധികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പറയാം. അദ്ദേഹം അങ്ങനെ ഒഴിഞ്ഞു മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ ഒരു പരിധിക്കപ്പുറത്ത് അദ്ദേഹം സൂചിപ്പിക്കുകയില്ല.